മേഘനയെ മിഥുന്റെ ഭാര്യയായി കിട്ടിയത് അവന്റെ ഏത് ജന്മത്തിലെ പുണ്യാണാവും. സത്യത്തിൽ ജയേട്ട പ്ലീസ്. മിഥുന്റെ മനസ്സ് ജയേട്ടനറിയാം. അവന്റെ മനസ്സിൽ ആരെ കുടിയേറിയിരിക്കുന്നെന്നുള്ളതും ജയേട്ടനറിയാം. എല്ലാം അറിഞ്ഞു കഴിഞ്ഞ് പകുതി വഴിക്ക് ഉപേക്ഷിച്ചു പോവേണ്ടവരുടെ പേരിൽ ആവശ്യമില്ലാത്ത പ്രതീക്ഷകൾ വളർത്തുന്നത് വെറും അർത്ഥശൂന്യമാണ്. ഞാൻ എന്തോ ഉദ്ദേശിച്ചെന്നുള്ളത് ജയേട്ടന് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുക. ഇപ്പൊ ഞാനെന്താ ചെയ്യണ്ടേ? ഞാനൊരു സർപ്രൈസുമായിട്ട് വരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കായിരിക്കും മേഘന. ഞാനിപ്പോ അവളുടെ എക്സ്പെക്ടേഷൻ റീച്ച് ചെയ്യണോ അതോ അവളെ നിരാശപ്പെടുത്തണോ? ഞാനൊന്ന് വെറുതെ തിരിഞ്ഞു നോക്കിയാൽ പോലും ആ നോട്ടത്തിൽ അവള് സന്തോഷിക്കാറുണ്ട്. മിഥുനേട്ടന്റെ എക്സ്പ്രഷൻ ഒന്നും മാറ്റാമോ? അല്ലാതെ ഇങ്ങനെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന എനിക്ക് എന്തോ വല്ലാത്ത ബുദ്ധിമുട്ട് പോലെ. ഞാൻ അവൾക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുമെന്ന ചിന്ത തന്നെ അവളെ ഇത്രയേറെ സന്തോഷിപ്പിക്കുമ്പോ എന്തെങ്കിലും ഞാൻ അവൾക്ക് വേണ്ടി ചെയ്താലോ? എന്നോടുള്ള അവളുടെ സ്നേഹം ഇരട്ടിയാകും. ഒന്നും ചെയ്യണ്ടെന്ന് കരുതിയാ അതവളെ ചതിക്കുന്നതിന് തുല്യമാണ്. ഞാൻ എന്താ ചെയ്യേ ഈശ്വര? എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് രഹസ്യമാക്കി വെച്ചിരിക്കല്ലേ. ഇനിയെങ്കിലും അതൊന്നും തുറന്ന് പറഞ്ഞൂടെ ഏട്ടാ? മിഥുനേട്ടാ, എന്തു പറ്റി? എന്തോ വലിയ ചിന്തയിലാന്ന് തോന്നുന്നു. എന്നോട് എന്തെങ്കിലും പറയണമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, എന്നോട് എന്തെങ്കിലും ഏട്ടന് ചോദിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഏട്ടത്തിക്ക് സർപ്രൈസിന്റെ കാര്യം മനസ്സിലായിരിക്കുന്നു. ഓ, ആ സർപ്രൈസിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയുമെന്നുള്ള എക്സ്പെക്ടേഷൻ ആയിരിക്കും. പറ മിഥുനേട്ടാ. മിഥുനേട്ടനെ കാണുമ്പോ എന്നോട് എന്തോ പറയാൻ വേണ്ടി മിഥുനേട്ടൻ കാത്തിരിക്കാണെന്ന് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാ? എന്തോ പറയാനഞ്ഞിട്ട് പറയാതിരിക്കണോ? എന്റെ മുന്നിൽ എന്തിനേട്ടാ മടിക്കുന്നേ? എന്താന്ന് വെച്ച പറഞ്ഞോളൂ. ഒന്നുമില്ല മേഘനെ, ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും നിന്നോട് പറയണമെന്ന് വിചാരിച്ചിട്ടില്ല. ആൻഡ് ഒന്നും ചോദിക്കണമെന്നും വിചാരിച്ചിട്ടില്ല. ആണോ ഏട്ടാ? എനിക്കെന്തെങ്കിലും വേണോന്ന് തോന്നിയാ ഞാൻ നേരിട്ട് തന്നെ ചോദിച്ചോളാം. ഇതെന്തു പറ്റി? മിഥുനേട്ടനെ ഒന്നും പറയാനില്ലെന്നല്ലേ പറഞ്ഞേ?
പിന്നെ ചാരു ഏട്ടൻ എന്തോ സർപ്രൈസ് കരുതിയിട്ടുണ്ടെന്ന് പറഞ്ഞതോ? ആർക്കറിയാം. ചാരു പറഞ്ഞത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയതായിരിക്കും. ഛെ. എക്സ്ക്യൂസ് മീ, ഒന്നിറങ്ങിയാലോ? തന്റെ വീടെത്തിയടോ? ശാലിനി വിവേകിനെ ഇപ്പൊ വിഴുങ്ങിക്കളയുന്നുള്ള രീതിയിലാണല്ലോ നോക്കുന്നത്. വിവേകും കാണാൻ സുന്ദരനൊക്കെ തന്നെയാ, എന്നാലും എനിക്ക് മിഥുന മതി. ഹലോ, താനീ ലോകത്തൊന്നും അല്ലെന്ന് തോന്നുന്നല്ലോ. എന്താണാവോ ഇത്രയും ആലോചിക്കാനുള്ളത്? ഒന്നുമില്ല വിവേക്. ഓക്കേ. എന്താ ശാലിനി ഇത്? വീടിന്റെ വാതുക്ക വരെ കൊണ്ടുവന്ന് വിട്ടിട്ട് പുള്ളിക്കാരൻ അകത്തോട്ട് വിളിക്കാതെ പറഞ്ഞയച്ച എന്താ? ഇപ്പൊ എന്താ വേണ്ടേ? വിവേകിനെ ഞാൻ അകത്തോട്ട് എഴുന്നള്ളിക്കണായിരിക്കും. ഇടി പമ്പര വിടി, വിവേകിനെ കൂടെ ചേർത്ത് നിർത്തിക്കോളാൻ ഞാൻ പറഞ്ഞതല്ലേ. ശരി. ഹലോ, ഹലോ മാങ്ങണ്ടി മേഡം. മേഡത്തിന്റെ സ്റ്റേഷനെത്തിയിട്ട് ഒരുപാട് നേരമായി, അവിടുന്ന് ഇറങ്ങുന്നില്ല. ഇറങ്ങാൻ തന്നെയാ പോകുന്നത്. കുറച്ചേരം ഇരുന്നു എന്ന് കരുതി അങ്ങയുടെ കാർ ഒരുക്കി പോത്തൊന്നുമില്ലല്ലോ. വിവേക്, വീട്ടിൽ കയറിയിട്ട് പോയിക്കൂടെ? ഇപ്പോഴോ? ഇവളെന്തിനാ ഇവനെ വിളിക്കുന്നത്? ഇവള് വേറെ എന്തോ പണി ഒപ്പിക്കാൻ പോവാണല്ലോ. വിവേകിന് ഓഫീസിൽ എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞിരുന്നു. പുള്ളിക്കാരൻ പോയിട്ട് വരട്ടെ. എന്ന് തൊട്ട് നീ എന്റെ തിരക്കും കാര്യങ്ങളും നോക്കാൻ തുടങ്ങി? അതല്ല, മിഥുനേട്ടനും വിവേകിനും ഓഫീസിലെ തിരക്ക് ഒഴിയാറില്ലല്ലോ. എനിക്കറിയാം. സാറ് പോവാൻ നോക്ക്. ഹലോ, എന്നെ അടിച്ചോടിക്കാൻ നോക്കുകയാണോ? വീടിന്റെ വാതിക്ക് വരെ വന്നിട്ട് ഇതാണോ നിങ്ങളുടെ മര്യാദ? ഹലോ, മര്യാദ എന്താന്ന് അറിയാത്ത കുടുംബത്തിൽ പെട്ടവരൊന്നും അല്ല ഞങ്ങള്. അതെ അതെ. എന്നാ എനിക്കിപ്പോ ഒരു തിരക്കുമില്ല. ഞാൻ അകത്തേക്ക് വന്ന് ഒരു കോഫി കുടിച്ചിട്ട് തന്നെ കാര്യം. മേഡം ഇറങ്ങ്. വാ വിവേക്, വാ ഇങ്ങോട്ടിരിക്കെ. ഞങ്ങള് പാവങ്ങള് നിങ്ങളുടെ തിണ്ണയ്ക്ക് പോലെ ഇതിലും വലിപ്പം ഉണ്ടാവും. വീട് തിണ്ണയുടെ അത്ര ഉള്ളെങ്കിലും നിങ്ങളുടെയൊക്കെ മനസ്സ് മൈതാനം പോലെ വിശാലല്ലേ? ശാലു, വിവേകിന് നീ തന്നെ ഒരു കോഫി ഉണ്ടാക്കി കൊടുക്ക്. ഞാനോ? കോഫിയോ? ഈ പിശാചിനൊരു കോഫി പോലും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. ചാരുമോളെ, നീ പോയി ഒരു കാപ്പി ഉണ്ടാക്കി കൊണ്ടുവാ. ഇപ്പൊ കൊണ്ടുവരാൻ ചെറിയുന്നേ. സർപ്രൈസ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ചാരുവിൻ എന്നോട് ഈ സർപ്രൈസിന്റെ കാര്യം പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ഞാൻ എന്റെ ലോകത്ത് കഴിഞ്ഞു കൂടിയേനെ. ദേ ഇപ്പൊ കണ്ടില്ലേ, മിഥുനേട്ടൻ സർപ്രൈസ് തരുവോ ഇല്ലയോ എന്നറിയാതെ എന്റെ തല പൊണ്ണാവോ. അയ്യോ, ഒന്നും പറ്റിയില്ല സഞ്ജന. കാലിന് ചെറിയൊരു വേദന, അതാ. പുണ്യം കിട്ടും, പാപം മാഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞ് കാലില് ചെരുപ്പ് പോലും ഇല്ലാതെ നടന്നല്ലേ. ചൂടത്ത് പാദം പൊള്ളിയിട്ടുണ്ടാവും. സഞ്ജനെ, എന്താ പറ്റിയേ? വെല്ലച്ചനറിയോ, രാവിലെ ചെരുപ്പിട്ടോണ്ട് നടക്കാൻ പറഞ്ഞപ്പോ മഞ്ഞൾ പുരട്ടിയ കാലിൽ ചെരുപ്പിടരുത്, അങ്ങനെ ചെരുപ്പിട്ട താലി കെട്ടിയ ഭർത്താവിനും കുടുംബത്തിനും ഒക്കെ അരിഷ്ടതയാണെന്നൊക്കെ എന്നോട് വലിയ കഥ പറച്ചിലായിരുന്നു. എന്നിട്ട് ഇപ്പതേ കാലം പൊള്ളിച്ച് ആൾ കരഞ്ഞോണ്ട് നടക്കുക. ആണോ മോളെ? പൊള്ളി കുമള വെച്ച് കാണൂലേ മേഘനെ? എവിടെ ഞാനൊന്ന് കാണാം. അയ്യോ, അത്രയൊന്നും ഇല്ല അച്ഛമ്മേ.
അല്ല ഏട്ടത്തി, ആചാരങ്ങൾ ഇങ്ങനെ മുറുകെ പിടിച്ചില്ലെന്ന് വെച്ച് ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ മേലെ ഒരു മുട്ടുസൂചി കൊണ്ടാൽ പോലും അത് നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കാറില്ലേ? എന്നിട്ട് ഇവിടെ ഏട്ടന്റെ ജീവന് തന്നെ അപകടം ഉണ്ടാവുന്ന അവസ്ഥയായിരുന്നു. അപ്പൊ നമുക്കത് സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ അരിഷ്ടത ഉണ്ടാവാതിരിക്കാൻ ഇത്തരം ആചാരങ്ങൾ തെറ്റിക്കാതെ ചെയ്യണമെന്ന് പറയുന്നത്. കുറച്ച് ടൂത്ത് പേസ്റ്റ് പൊള്ളിയെടുത്ത് പുരട്ടിയ 2 ദിവസം കൊണ്ട് അവിടെ ഒരു പാട് പോലും ഉണ്ടാവില്ല. എന്നാലും വിധിപ്രകാരം നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോ അത് കുടുംബത്തിനും അവിടെ ജീവിക്കുന്ന മനുഷ്യർക്കും എത്രയോ വലിയ നന്മയാണ് ഉണ്ടാക്കുക. അതല്ലേ വലുത്? നീ പറഞ്ഞപ്പോഴാ ഓർത്തെ. മേഘനെ, നീ ഇങ്ങി വന്നേ. എന്താ അച്ഛമ്മേ? ഇങ്ങോട്ട് വാ, ഞാൻ പറയാം. ഇവിടെ ഇരിക്കേ. എനിക്കൊന്നും പറ്റിയിട്ടില്ല അച്ഛമ്മേ. ഒരക്ഷരം വേണ്ടരുത്, നീ സൈലന്റ് ആയിട്ട് ഇവിടെ ഇരുന്നോണം. മേഘനെ, എവിടെ ആ കാലം കാണിച്ചേ? അയ്യോ വേണ്ട അച്ഛമ്മേ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. വേണ്ട. കാണിച്ചേ. എന്റെ ഭഗവാനെ, ആകെ ചുമന്നിരിക്കുന്നല്ലോ. എന്റെ മോൾ എങ്ങനെ ഇത്രയും വേദന സഹിച്ചേ? വാ തുറന്നൊരു അക്ഷരം പോലും പറഞ്ഞില്ലല്ലോ മോളെ. അച്ഛമ്മ പ്രായത്തിൽ മുതിർന്നതാ. ഇങ്ങനെ എന്റെ കാലിൽ തൊടുന്നതൊന്നും ശരിയല്ല. നീ ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയും പാടുപെടുമ്പോ നിന്റെ കാലെ തൊട്ടുകൊണ്ട് ഒരു കുഴപ്പമില്ല. മറിച്ച് അതും പുണ്യമാ മോളെ. എന്റെ മോളെ, ഈ കുടുംബത്തിനും ഇവിടെ ഉള്ളവർക്കും വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറാവുന്ന നിന്റെ ഈ മനസ്സ് മറ്റാർക്കും ഉണ്ടാവില്ല. അപ്പൊ എന്നാലാവുന്ന എന്തെങ്കിലും ഒരു സഹായം ഞാനും ചെയ്യണ്ടേ? അല്ലാതെ ഇത്രയും പ്രായമായ എന്നെ കൊണ്ട് പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ഒന്നുമില്ലെങ്കിലും ഇതെങ്കിലും ഞാനൊന്ന് ചെയ്തോട്ടെ. സത്യമാണ്. മേഘനെ ആർക്കു വേണ്ടിയാണ് ഈ പെടാപ്പാട് പെടുന്നേ? എന്റെയും ഇവിടെയുള്ളവരുടെയും നന്മ മാത്രമാണ് അവളുടെ ലക്ഷ്യം. അപ്പൊ അവക്ക് വേണ്ടി ഞങ്ങളും എന്തെങ്കിലും ചെയ്യണ്ടേ? ഇപ്പൊ എന്ത് ചെയ്താൽ അവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ പറ്റുക? വിവേക് മോനെ, നീ ദിവസം ഓഫീസിൽ പോകുന്നല്ലേ? പിന്നെ പോണ്ടേ ആന്റി. ശമ്പളം എത്ര കിട്ടുന്നുണ്ടാവും? എനിക്ക് ശമ്പളമൊന്നും കിട്ടില്ല, പാർട്ട്ണർഷിപ്പ് അല്ലേ. ആണോ? അപ്പൊ ഒത്തിരി കാശ് കിട്ടുമല്ലേ? ഇതെന്താ എന്റെ അടിവേര് വരെ കീറി മുറിക്കുമല്ലോ. എത്രയും വേഗം എസ്കേപ്പ് വിവേക്. അയ്യോ മോനെ, ഞാൻ കുടിക്കാൻ ഇപ്പൊ വെള്ളം എടുത്തിട്ട് വരാട്ടോ. ഞാൻ എടുത്തോളാം. അല്ല മോനെ, ഞാൻ എടുത്തോണ്ട് വരാം. മോൻ ഇവിടെ ഇരിക്ക്. നമ്മുടെ ഇടയിൽ നിന്നാ വെറുതെ ഫോർമാലിറ്റീസ് ഒക്കെ. ഞാൻ പോയി എടുത്തോളാന്നേ. എന്റെ ഈശ്വര, ഇവിടെ എത്തിയപ്പോഴാ ഒന്ന് റിലാക്സ് ആയി. എന്തെന്നാ അവിടെ എന്റെ അപ്പനപ്പൂപ്പന്മാരുടെ ജാതകം വരെ ചോദിക്കുമല്ലോ. അതുകൊണ്ടാ അവിടെ അങ്ങ് പോയിക്കോളാൻ പറഞ്ഞത്. ഹെൽപ്പ് ചെയ്യാൻ നോക്കിയപ്പോ വേണ്ടെന്ന് വെച്ചു. അപ്പൊ പിന്നെ അനുഭവിച്ചോ. ആഹാ, നീ എന്നെ എങ്ങനെ 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 എന്നെ നീ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയെന്നോ? എന്ന് വെച്ചാ നിനക്കെന്നെ ഇഷ്ടമാണോ മാൻകിടാവേ? നിന്നെ പോലെ ഒരു കശൂട്ടി മോന്തെ ആരെങ്കിലും പ്രേമിക്കോടാ? നിന്നെ പോലുള്ള അഹങ്കാരികൾക്ക് എന്നെ പോലുള്ള സ്മാർട്ട് പിള്ളേരെ കണ്ട ഭയങ്കര ഇഷ്ടമാണത്രേ. അത് ശരി, ഞാൻ അഹങ്കാരിയാണെന്നോ? മോളി ഉണ്ടമുളക് കണ്ടിട്ടുണ്ടോ? അതിന്റെ ഒരു വകഭേദമല്ലേ. ഞാൻ ഉണ്ടമുളകാന്നോ? അതേലോ. സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ആവുന്നതിന് പകരം ഏത് നേരവും എരിഞ്ഞു വീണ് ചാടി കടിക്കല്ലേ. ഞാനല്ല ചാടി കടിക്കാൻ വരുന്നേ, കടുവെ പോലെ ചാടി വീഴുന്ന താനാ. ആമ്പിള്ളേര് കാണാൻ അങ്ങനെയൊക്കെ ആണെങ്കിലും മനസ്സിനകത്ത് പാവാ.
ആ മനസ്സിൽ എന്താന്ന് അറിയണമെങ്കിൽ അത് കീറി മുറിച്ച് അകത്ത് കയറി നോക്കണം തോന്നല്ലോ. ഒന്ന് കേറി നോക്ക്, അപ്പോഴല്ലേ അറിയാൻ പറ്റൂ. അയ്യടാ, എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. കോഫിയുടെ മണം ഉണ്ടല്ലോ, അടിപൊളി കേട്ടോ. എനിക്ക് വേണ്ടി സ്പെഷ്യൽ കോഫി ഉണ്ടാക്കാണോ? എനിക്കറിയാം മാങ്ങാണ്ടി, നീ എനിക്ക് വേണ്ടി സ്പെഷ്യൽ കോഫി ഉണ്ടാക്കാന്ന്. നിനക്ക് സ്പെഷ്യൽ കോഫി വേണോ അല്ലേ? ഇപ്പൊ തരാം. നല്ല ഒന്നാം തരം സ്പെഷ്യൽ കോഫി തന്നെ തരാം. നിന്റെ വേലത്തിൽ എന്റെ അടുത്ത് വേണ്ട. എന്നോട് എന്തെങ്കിലും പറയണമെന്ന് തോന്നുന്നുണ്ടോ? മിഥുനേട്ടനെ കാണുമ്പോ എന്നോട് എന്തോ പറയാൻ വേണ്ടി മിഥുനേട്ടൻ കാത്തിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാ? രാവിലെ ചെരുപ്പിട്ടുകൊണ്ട് നടക്കാൻ പറഞ്ഞപ്പോ മഞ്ഞൾ പുരട്ടിയ കാലിൽ ചെരുപ്പിടരുത്, അങ്ങനെ ചെരുപ്പിട്ട താലി കെട്ടിയ ഭർത്താവിനും കുടുംബത്തിനും ഒക്കെ അരിഷ്ടതയാണെന്നൊക്കെ എന്നോട് വലിയ കഥ പറച്ചിലായിരുന്നു. എന്റെ മോളെ, ഈ കുടുംബത്തിനും ഇവിടെയുള്ളവർക്കും വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറാവുന്ന നിന്റെ ഈ മനസ്സ് മറ്റാർക്കും ഉണ്ടാവില്ല. അപ്പോ എന്നാലാവുന്ന എന്തെങ്കിലും ഒരു സഹായം ഞാനും ചെയ്യണ്ടേ? ശ്രീജിത്തെ, നീ ഒന്നും കൊന്നേ. പറയൂ സാർ. താൻ എൻ്റെ റൂമില് കാൻഡിൽ നൈറ്റ് ഡിന്നറിന് വേണ്ടി ഡെക്കറേറ്റ് ചെയ്യാമോ? എനിക്കും മേഘനയ്ക്കും ഒരു കാൻഡിൽ നൈറ്റ് ഡിന്നർ കഴിക്കണമെന്നുണ്ട്. ഓക്കെ സാർ, ഞാൻ ചെയ്തോളാം. മിഥുൻ, നീ എന്ത് നടയി കാണിക്കുന്ന? എന്തു പറ്റി ചെറിയമേ? കാൻഡിൽ ലൈറ്റ് ഡിന്നറിനെ കുറിച്ച് ചിന്തിക്കേണ്ടെന്ന് മഞ്ജരി നിന്നോട് പറഞ്ഞതല്ലേ? എന്നിട്ടിപ്പോ നീ എന്തിനാ മേഘനയോടൊപ്പം ഡിന്നർ കഴിക്കാനും അവളോടൊപ്പം ഡാൻസ് ചെയ്യാനും എന്തൊക്കെയോ ഇങ്ങനെ പ്ലാൻ ചെയ്ത് കൂട്ടുന്ന? ഞാനും ആദ്യം അതൊക്കെ വേണ്ടെന്നാ കരുതിയത്. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലെന്ന് തോന്നി എനിക്ക്. പിന്നെ മഞ്ജരി പറയുന്നത് അനുസരിക്കാതിരിക്കുന്നത് ശരിയാന്ന് തോന്നുന്നുണ്ടോ? അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. നമ്മൾ കളിച്ചൊരു നാടകം കാരണം മേഘനയുടെ മനസ്സിൽ വെറുതെ ഒരു മോഹം കയറിക്കൂടിയിരിക്കുക. അവളുടെ മോഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും ഭംഗം വരുത്താതിരിക്കുന്നത് തെറ്റല്ലാന്ന് എനിക്ക് തോന്നി. അപ്പോ മഞ്ജരി നിന്നോട് പറഞ്ഞത്? മേഘന ഒരു പാവം പെൺകുട്ടിയെ ചെറിയമേ. മറ്റുള്ളവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്തിട്ട് അവൾക്കെന്തെങ്കിലും വേണോന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ എല്ലാ വിഷമങ്ങൾക്കും അവളുടെ പരിഹാരമുണ്ട്. പക്ഷെ അവൾക്ക് എന്ത് പറ്റിയാലും ആർക്കും പ്രശ്നമല്ല. അതുകൊണ്ട് അവളെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കണമെന്ന് തോന്നിയത്. മഞ്ഞൾ പുരട്ടിയ കാലുകൾക്ക് പാദരക്ഷകൾ പാടില്ല എന്ന് പണിക്കര് പറഞ്ഞപ്പോ ആ ചുട്ടുപൊള്ളുന്ന വെയിലത്തോട് നടന്ന് കാല് മുഴുവൻ പൊള്ളി കുമ്മള വെച്ചിരിക്കുക. അങ്ങനെയുള്ള മേഘനയ്ക്ക് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല.
ശ്രീജിത്തെ ഒന്ന് നിന്നേ. എന്താ മാഡം? മിഥുനേട്ടൻ കോഫി കുടിക്കുന്ന സമയമാണ്. മിഥുനേട്ടന് പെട്ടെന്നൊരു കോഫി കൊണ്ട് കൊടുക്കാമോ? കൊടുക്കാം മാഡം. ഏട്ടൻ ഇപ്പൊ എന്താ വേണ്ടിയെന്ന് ഇപ്പൊ ഞങ്ങളെക്കാൾ നന്നായിട്ട് മേഘനേട്ടത്തേക്ക് അറിയുന്നേ.